ഹലോ ഫ്രണ്ട്സ്, ചെമ്മനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ റിവ്യൂ പറയുന്നതിനേക്കാളും കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആരും കാണാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷയും തമ്മിൽ പിണങ്ങാണ്. വർഷ പറയും, നീ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകണ്ട ശ്രീകാന്തേ, നീ ഇന്ന് വരാൻ ലേറ്റ് ആവുമെന്നല്ല പറഞ്ഞേ. നീ വരുമ്പോഴേ വാതിൽ ഓർക്കാൻ ഞാൻ കാണത്തില്ല, ഞാൻ കിടന്നുറങ്ങും, നീ വന്നിട്ടേ വരാന്തയിലോ മറ്റോ കിടന്നോ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഹലോ ഹലോ എന്ന് വിളിക്കുമ്പോഴേക്കും കട്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. പിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതീനെ വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രേവതീനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയും. അപ്പോൾ തന്നെ രേവതി പറയും, നിങ്ങൾ തമ്മിൽ പിണങ്ങിയല്ലേ? ആ ചേച്ചി, അവള് വാതിൽ തുറക്കില്ല എന്ന് പറഞ്ഞേ, വീട്ടിൽ വന്നാലേ ഞാൻ ചേച്ചിയുടെ ഫോണിലേക്ക് വിളിക്കാം, അപ്പോൾ ഒന്ന് വന്ന് വാതിൽ തുറന്നേരണേ. പിന്നെ ചേച്ചി സോപ്പ് ഇട്ടിട്ട് അവളെ ഒന്ന് മെരുക്കി എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഓക്കെ ആക്കാം ശ്രീകാന്തേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി കട്ടാക്കുമ്പോഴേക്കും നമ്മുടെ വർഷ കിച്ചണിലോട്ട് വരികയാണ് കേട്ടോ. ചേച്ചി ഡിന്നറിനുള്ള പണിയൊക്കെ നോക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി പറയും അതെ, എങ്കിലേ ശ്രീകാന്തിന് ഡിന്നർ വേണ്ട കേട്ടോ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും ആ ഞാൻ അറിഞ്ഞു. അപ്പോൾ നമ്മുടെ വർഷയുടെ മുഖം അങ്ങ് മാറും കേട്ടോ. അപ്പോഴേക്കും ചേച്ചിയെ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞല്ലേ, നീ അവൻ വന്നാ വാതിൽ തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞു. ചേച്ചി വെറുതെ അല്ല, ശ്രീകാന്ത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലേറ്റായാ വരുന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും വെറുതെ ഫ്രണ്ട്സുകളുടെ കൂടെ കറങ്ങിയിട്ടല്ലല്ലോ വർഷേ, ജോലിയുള്ളത് കൊണ്ടല്ലേ, എങ്കിലേ ചേച്ചി വാതിലൊന്നും തുറന്നു കൊടുക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ അവൻ വരുമ്പോഴേക്കും നിന്റെ പിണക്കൊക്കെ മാറ്റി നിർത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ വന്നാൽ നീ തന്നെ വാതിൽ തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ ഈ ചെവി ചെത്തി ഞാൻ ഉപ്പിലിട്ടേക്കും എന്ന് പറഞ്ഞിട്ട് ചെവി അങ്ങ് പിടിച്ച് തിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് പറയും ഇന്നേ സച്ചിയേട്ടനും ഇവിടെ ഇല്ല, സച്ചിയേട്ടൻ ലോങ് ട്രിപ്പിന് പോയതാ, നാളെ രാവിലെ എത്തുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് അത് സന്തോഷമാണ് കേട്ടോ. വർഷ പറയും അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും ഹസ്ബൻഡ്സ് ഇവിടെ ഇല്ല അല്ലേ, അപ്പോൾ ഇന്നത്തെ രാത്രി നമ്മുടെ രാത്രിയാണ്, നമുക്ക് ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു സിനിമ കണ്ടാലേ ചേച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ ഒരുപാടായി വർഷേ സിനിമയൊക്കെ കണ്ടിട്ട് എന്ന് പറയാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഒരു പ്രേത സിനിമ ഇറങ്ങിയിട്ടുണ്ട് ചേച്ചി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രേവതി പറയും അയ്യോ പ്രേത സിനിമയോ, അയ്യോ അതൊന്നും വേണ്ട വർഷേ, എനിക്ക് പേടിയാവും, പിന്നെ കിടന്ന ഉറക്കൊന്നും വരില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ പറയും പേടിക്കേണ്ട ചേച്ചി, ഞാനില്ലേ കൂടെ, നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാർ ഇവിടെ ഇല്ലാത്ത രാത്രി എൻജോയ് ചെയ്യാം പ്രേത സിനിമയൊക്കെ കണ്ടിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ രേവതിയും വർഷയും കൂടെ ഹാളിലിരുന്ന് ടാപ്പിലിരുന്ന് സിനിമയൊക്കെ കാണുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ രേവതിയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണാം. എന്നിട്ട് പറയും അയ്യോ എനിക്ക് പേടിയാവുന്ന വർഷേ, ദേവദേവദേവാ എനിക്ക് പേടിയാവുന്നുണ്ടടി, നീ ഇതൊന്നും നിർത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ പറയും ചേച്ചി പേടിക്കല്ലേ, ഇതിൽ അതിന് മാത്രം ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ രേവതി കണ്ണു ഒത്തുന്നുണ്ട്. അങ്ങനെ കൈയൊക്കെ എടുപ്പിച്ചിട്ട് വർഷ വീണ്ടും കാണിപ്പിക്കുക അയ്യോ ഇതാ പ്രേതം വരുന്നേ, വർഷേ നിർത്ത് നിർത്ത് എനിക്ക് പേടിയാവുന്നടി എന്നൊക്കെ പറയുമ്പോ ചേച്ചി ഇത് കാണി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷം ഇങ്ങനെ ഭയങ്കര ഇതിൽ പറയണേ എന്നെ വെറുതെ വിട് വർഷേ, എനിക്കിനി കാണണ്ട എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് രേവതി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വർഷ പിടിച്ചിരുത്തുന്നുണ്ട്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ചേച്ചി പുറത്തൊക്കെ പോകുന്ന ആളല്ലേ, എന്നിട്ട് ധൈര്യമായിട്ട് ഇരിക്കുക ചേച്ചി എന്നും പറഞ്ഞ് വീണ്ടും അവിടെ പിടിച്ചിരുത്താണ് കേട്ടോ രേവതിയെ. അപ്പോഴേക്കും ചന്ദ്ര വന്നിട്ട് അവിടെ ലൈറ്റ് ഇടും കേട്ടോ. അയ്യോ പ്രേതം എന്ന് പറഞ്ഞിട്ട് ആർക്ക് കണ്ടിട്ട് രേവതിയുടെ ഒച്ച ഇട്ടിട്ട് നമ്മുടെ ചന്ദ്രയൊന്ന് പേടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നിട്ട് ഉറഞ്ഞു തുള്ളാണ് കേട്ടോ. എടി എന്നെ കണ്ടിട്ട് പ്രേതത്തെ പോലെ നിനക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ രണ്ടും കൂടി ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വർഷ പറയും ഒരു സിനിമ കണ്ടത് ആൻറ്റി, സിനിമ കണ്ടാൽ ഇങ്ങനെ ബഹളം വെക്കണോ എന്ന് ചോദിക്കുമ്പോൾ സിനിമ പ്രേത സിനിമയാണ്, അത് കണ്ടിട്ട് നമ്മുടെ രേവതി ചേച്ചി ബഹളം വെച്ചതാ ആൻറ്റി എന്ന് പറയുമ്പോൾ പ്രേത സിനിമ കണ്ടിട്ട് ഇവള് ബഹളം വെക്കുന്നോ, ഇവള് തന്നെ ഒരു കുട്ടിബോധല്ലേ എന്ന് ചോദിക്കാട്ടോ. അത് വർഷയ്ക്ക് തീരെ പറ്റുന്നില്ലേ ചോദിച്ചത്, മതി ആൻറ്റി, ചിലർക്ക് പ്രേത സിനിമ പേടിയൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ ആൻറ്റിക്ക് എന്താ പേടിയൊന്നും ഇല്ലേ എന്ന്. എനിക്കോ, എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ മുത്തശ്ശിയൊക്കെ പ്രേത സിനിമയെ കുറിച്ച് ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരുമായിരുന്നു. അതൊന്നും കേട്ട് മറ്റുള്ള കുട്ടികളൊക്കെ കരയെങ്കിലും ഞാൻ നിന്ന് ചിരിക്കുമായിരുന്നു. അന്ന് പേടിയില്ലാത്ത ഞാനാ ഇന്നിപ്പോ പ്രേത സിനിമ കണ്ട് പേടിക്കാൻ പോണു പിന്നെ എന്നൊക്കെ പറയാണ്. എന്നിട്ട് വലിയ വീമ്പ് പറയാം ഏത് അർദ്ധരാത്രിയാണെങ്കിലും ഈ ചന്ദ്രമതി ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങും, എനിക്ക് ഒന്നിനെയും പേടിയില്ല, പ്രേതം എന്റെ മുന്നിൽ വന്നാലേ ഒറ്റയടിക്ക് അതിന്റെ കഥ കഴിക്കും. ഇവിടെ ഒരുത്തി പ്രേത സിനിമ കണ്ടിട്ട് പേടിച്ച് നിലവിളിക്കുന്നു, എനിക്കൊക്കെ നാണുണ്ടോടി, സിനിമ കണ്ടതൊക്കെ മതി, മറ്റുള്ളവർക്കൊന്നും ഉറങ്ങണം, എല്ലാതും പോയി കിടന്ന് ഉറങ്ങുന്നു പറയാണ്. പ്രേതത്തിന് പേടിയാണ് പോലും പേടി. എന്നിട്ട് കുഞ്ഞുങ്ങളെ പോലെ കരയുന്നു, നാണം ഇല്ലല്ലോടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോട്ടോ. അപ്പോഴേക്കും നമ്മുടെ വർഷ എണീറ്റിട്ട് പറയും ചില നേരത്ത് സംസാരം കേട്ടാലേ വല്ലതും കൊടുത്ത് കൊല്ലാൻ വേണ്ടി തോന്നും. എന്നിട്ട് രേവതി ചേച്ചി എന്തൊക്കെയാ വിളിച്ചേ, കുട്ടി ഭൂതം എന്നല്ലേ വിളിച്ചേ എന്ന് പറയുമ്പോ ഓ നീ അത് വിടി വർഷേ, ഇതിനു മുൻപേ എന്തൊക്കെ വിളിച്ചിരിക്കുന്നു, എനിക്കിതൊന്നും വലിയ സംഭവം അല്ലാന്ന് രേവതി പറയൂട്ടോ. അങ്ങനെ ഇപ്പൊ ആന്റിയെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, ആന്റിക്ക് പ്രേതത്തെ പേടിയില്ല എന്നല്ലേ പറഞ്ഞേ, കാണിച്ചു കൊടുക്കാം ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി ചോദിക്കും എടീ എന്താടി ചെയ്യാൻ പോകുന്നതെന്ന്.
ഇന്നേ അവർക്ക് പ്രേതം എന്താന്ന് ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി അയ്യോ വർഷേ വേണ്ട, അമ്മ പോയി കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറയണേ. ചേച്ചിയെ കുട്ടിപ്പൂതെന്ന് വിളിച്ചതല്ലേ, അങ്ങനെ ഇപ്പോൾ അവരെ ഉറങ്ങണ്ട, വാ അങ്ങോട്ട് ചേച്ചി കാണിച്ചു കൊടുക്കുക ഞാൻ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെയാണ് കേട്ടോ നമ്മുടെ വർഷ പോകുന്നത്. അങ്ങനെ ചന്ദ്രയുടെ റൂമിന് മുന്നിലേക്ക് നമ്മുടെ രേവതിയും വർഷയും കൂടി പോവാണ്. കയ്യിലൊരു സ്പീക്കറൊക്കെ ഉണ്ട്. നമ്മുടെ ചന്ദ്രയുടെ റൂമിന്റെ ഇപ്പുറത്ത് തന്നെയാണല്ലോ സുധിയുടെ റൂമും. അതിലൊക്കെ കാര്യമുണ്ട് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ സ്പീക്കർ നല്ല നായ്ക്കളുടെ ശബ്ദമൊക്കെ അങ്ങോട്ട് ഇടും. അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്ര ഉണരുന്നുണ്ട്. എന്താ ഒരു ശബ്ദം എന്നൊക്കെ ചോദിച്ചിട്ടെ. അപ്പൊ പുറത്ത് നിന്ന് രേവതി പറയുന്നുണ്ട്, അയ്യോ വർഷ ഇതൊന്നും വേണ്ട, അമ്മ പേടിക്കും എന്നൊക്കെ പറയുമ്പോൾ പ്രേത സിനിമയുടെ എഫക്റ്റ് ഞാൻ ഇപ്പൊ ഇട്ട് കാണിച്ചു തരാം, ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ വർഷ. അയ്യോ വർഷേ, അമ്മ എണീറ്റ് കഴിഞ്ഞാൽ എന്നെ ആയിരിക്കും വർഷേ വഴക്ക് പറയുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പ്രേതങ്ങള് കൂട്ടത്തോടെ അട്ടഹസിക്കുന്നൊക്കെ സൗണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന്റെ കൂടെ നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അല്ലേ വർഷ, നല്ല സൗണ്ടിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ. അതും കേട്ട് നമ്മുടെ ചന്ദ്ര ആദ്യം എണീക്കുന്നുണ്ട്. എന്നിട്ട് നെഞ്ഞത്തൊക്കെ കൈ വെച്ചിട്ട് അയ്യോ ആരാ ചിരിക്കുന്നേ എന്ന് ചോദിക്കും. അതിന്റെ കൂടെ രവി കേട്ടിട്ട് പറയും, ചന്ദ്രയെ നീ എന്തിനാ ഇങ്ങനെ അട്ടഹസിക്കുന്നേ, കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്റെ ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അയ്യോ രവി ഏട്ടാ അത് ഞാനല്ല മറ്റാരോ ആനോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രവി അതൊന്നും കേൾക്കുന്നില്ലേ. അപ്പോഴും നമ്മുടെ രേവതി ആണെങ്കിൽ അയ്യോ ആ സൗണ്ട് നിർത്ത്, അമ്മ എന്നെ ആയിരിക്കും വഴക്ക് പറയുന്നത്, നിർത്തേച്ചി നിൽക്കേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ റൂമിലാണെങ്കിൽ ശ്രുതി നല്ല ഉറക്കാണ് കേട്ടോ. എന്തൊക്കെ ഒച്ച ഇട്ടിട്ടോ ഉണരാൻ പറ്റുന്ന പാകത്തിലല്ല കേട്ടോ ഉറങ്ങുന്നത്. നമ്മുടെ ശ്രുതി പെട്ടെന്ന് തന്നെ ഉണരുന്നുണ്ട്. എന്താ ഒരു ഒച്ച, ആരാ ഈ ചിരിക്കുന്നേ എന്നൊക്കെ ചോദിച്ച് എണീക്കുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ മൂടി പൊച്ച കിടക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി എന്നൊക്കെ വിളിക്കുമ്പോഴേക്കും ശ്രുതി ഉണ്ടോ ഉണരുന്ന്. ശ്രുതി നല്ല ഉറക്കാണേ. ഓ ഇതെന്തോ ഒരു ഉറക്കാടി എന്ന് പറയുന്നുണ്ട്. അപ്പോഴും നമ്മുടെ രേവതി ആണെങ്കിൽ അയ്യോ വർഷേ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുമോളെ, വാ അങ്ങോട്ട് മതി എന്നൊക്കെ പറയുമ്പോൾ വിടിയേച്ചി എന്ന് പറഞ്ഞിട്ട് വേറെ സൗണ്ട് വെക്കാട്ടോ. എന്നിട്ട് ചന്ദ്ര എന്ന് വിളിക്കുകയാണ് നമ്മുടെ വർഷ. അയ്യോ എൻ്റെ പേരാണല്ലോ വിളിക്കുന്നത്, ആരാന്ന് പേടിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്ര ചോദിക്കുമ്പോൾ ചന്ദ്ര ഇതെന്റെ വീടാണ്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ വർഷയ്ക്കാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യ കേട്ടോ. അതിന്റെ കൂടെ രേവതി അയ്യോ വർഷയെ നിർത്ത് ഇങ്ങനെ വെറുപ്പിച്ചോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ശ്രുതി ആണെങ്കിൽ എണീറ്റിരിക്കുക. ശ്രുതി ആണെങ്കിൽ ഒടുക്കത്തെ ഉറക്കാണല്ലോ, പുതച്ചിങ്ങനെ കിടക്കുകയാണ്. എന്റെ ആറ്റുകാലമ്മച്ചി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ആ പുതപ്പ് വീണ്ടും മൂടി പുതയ്ക്കാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അതും വലിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി അപ്പുറത്തേക്ക് തിരിഞ്ഞെടുക്കുക. അങ്ങനെ ഗത്യന്തരല്ലായിട്ട് നമ്മുടെ ചന്ദ്ര റൂം തുറക്കാനുള്ള ആ ഒരു ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾ ആരാ സത്യം പറയും എന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം നമ്മുടെ ശ്രുതി ആണെങ്കിൽ അപ്പുറത്തുനിന്ന് വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചത് ചന്ദ്ര എന്ന് വിളിക്കുന്നതായിരിക്കും കേൾക്കുന്നത്. അയ്യോ അതാരാണ്, എൻ്റെ അമ്മയുടെ പേരൊക്കെയാണല്ലോ വിളിക്കുന്നത്, ഇവൾ ആരാണെന്നൊക്കെ പേടിച്ച് വീണ്ടും കട്ടിലിൽ തന്നെ പോയിരിക്കുകയാണേ. അപ്പോഴും നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്, ചന്ദ്ര ഇതെന്റെ വീടാണ്, ഇവിടെ നിന്ന് ഇറങ്ങി പോക്കോ, ഇവിടെ അവകാശം പറയാൻ വന്നാലുണ്ടല്ലോ എന്നൊക്കെ. അപ്പൊ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ഇതെന്റെ വീട് തന്നെയാ, എനിക്ക് ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നേരെ രവിയുടെ അടുത്തേക്ക് പോകാൻ. എന്നിട്ട് രവിയേട്ട എനിക്ക് ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ ആരും ആയിരിക്കില്ല, നിന്റെ ബന്ധുക്കാർ തന്നെ ആയിരിക്കും എന്ന് പറയാൻ കേട്ടോ നമ്മുടെ രവി. അത് ഉറക്കത്തിലാണ് കേട്ടോ പറയുന്നേ. അപ്പൊ പറയും ചന്ദ്ര പ്രേതാണെന്ന് തോന്നുന്നു രവിയേട്ടാന്ന്. അത് തന്നെ പറഞ്ഞേ, നിന്റെ സ്വന്തക്കാരായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രവി അപ്പുറത്തേക്ക് തിരിഞ്ഞടക്കുന്നു. അങ്ങനെ അവസാനം വന്ന് ചന്ദ്ര വാതിലുറക്കലും നമ്മുടെ രേവതിയും വർഷയും കൂടെ ഓടുകയാണ് കേട്ടോ. അതേസമയം ശ്രുതിയും കൂടെ വാതിലുറക്കുന്നുണ്ട്. കുരിശു പോലെ വെക്കുന്നുണ്ട് കേട്ടോ കൈ. എൻ്റെ അടുത്തേക്ക് ആരാ അടുക്കാന്നൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ. അങ്ങനെ ലൈറ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ കൂട്ടിമുട്ടി പേടിച്ച് ആർക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വർഷയും ഒക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. വർഷയും രേവതിയും കുറച്ച് അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നുണ്ട് ആ സമയത്ത്. എന്നിട്ട് വീണ്ടും ചിലങ്കേന്റെ ശബ്ദം ഇട്ട് കൊടുക്കണേ. അയ്യോ അമ്മേ പാദസരം ഇട്ട ആരോ ആണെന്ന് തോന്നുന്നു എന്ന് പറയട്ടോ നമ്മുടെ ശ്രുതി. പിന്നീട് വർഷ അങ്ങനെ ചിരിക്കുന്ന സൗണ്ട് ആയിക്കിട്ടോ ഇടുക. അത് കേൾക്കുമ്പോ ചന്ദ്ര പറയടാ പ്രേതം തന്നെ ആടാ പേടിയാവുന്നു എന്ന്. അപ്പൊ നമ്മുടെ ശ്രുതി ചോദിക്കും അമ്മ ഇവിടെ ഉള്ളപ്പോ അപ്പൊ ആ പ്രേതം എങ്ങനെ വന്നതാന്ന് ചോദിക്കാണേ. അപ്പോഴേക്കും യുടെ കയ്യിൽ നിന്ന് അടി കിട്ടും. അയ്യോ അമ്മ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, അമ്മയ്ക്ക് ഭയങ്കര ധൈര്യമാണല്ലോ, അമ്മ ഇവിടെ ഉണ്ടായിട്ടും ആ പ്രേതം എങ്ങനെ വന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ രേവതി മതി എന്ന് പറഞ്ഞാൽ അവിടെ ലൈറ്റ് ഇടും കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്. രേവതിയെ തന്നെയാണ് കേട്ടോ പഴി പറയുന്നത്. അപ്പൊ വർഷ പറയും ആന്റി അല്ലേ പറഞ്ഞത് പേടിയില്ലാന്ന്, ഇപ്പോഴെങ്ങനെയുണ്ട്, ഇതൊക്കെ പ്ലാൻ ചെയ്തത് ഞാനാ ചേച്ചിയെ തെറ്റിദ്ധരിക്കേണ്ട എന്നൊക്കെ പറയാട്ടോ. അപ്പോഴും നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം രേവതിയോടാണ്. നിന്നെ വഴക്കം പറഞ്ഞതുകൊണ്ടല്ലേടി നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, അതെനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ വർഷ പറയും
ചേച്ചിയെ ഇങ്ങനെ വഴക്ക് പറയണ്ടെന്ന് ആൻറ്റിയോട് ഞാൻ പറഞ്ഞല്ലോ. ആൻറ്റിക്ക് പ്രേതത്തെ പേടിയില്ലാന്ന് ആൻറ്റിയാണ് പറഞ്ഞത്. അപ്പൊ പേടിയുണ്ടോ നോക്കണം എന്ന് വിചാരിച്ച് ഞാനാണിത് ചെയ്തത്. ഒക്കെ തമാശയായിട്ട് എടുക്കുക ആൻറ്റി എന്നൊക്കെ പറയാണ്. അപ്പൊ ദേഷ്യത്തോടെ നമ്മുടെ ചന്ദ്ര അങ്ങ് പോട്ടോ. അപ്പോൾ ഇവർ രണ്ടാളെയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റാക്ക് വന്ന് മരിച്ചിരുന്നെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വർഷ ഹഹ ഹഹ എന്ന് പറയുമ്പോഴേക്കും അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് അകത്തേക്ക് പോവാണ് കേട്ടോ ശ്രുതി. പിന്നെയും കുറച്ചും കൂടി ഉണ്ട്, അത് ഞാൻ പറയുന്നില്ലേ. ബൈ.